നമസ്കാരം, നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ചാനലിലെ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതല്ല. സാധാരണ നമ്മുടെ ചാനലിൽ ഡിവോഷണൽ കണ്ടന്റ് ആണ് മെയിനായിട്ട് ചെയ്യാവുന്നത്. അതേപോലെ തന്നെ ഒരു പോഡ്കാസ്റ്റ് പോലത്തെ ഒരു മോട്ടിവേഷണൽ വീഡിയോസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനലിനെ നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്തെടുക്കാം എന്നതാണ് ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്തത് 4 മാസം കൊണ്ടാണ്. അപ്പോൾ ഞാൻ ചെയ്ത എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ ചാനലിൽ മോണിറ്റൈസേഷൻ കിട്ടാൻ കാരണമെന്നും പിന്നെ ഞാൻ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞുതരാം. സോ വീഡിയോ മുഴുവനായി കാണുന്നവർക്ക് എന്തായാലും ഉപകാരപ്രദമാവും. മാത്രമല്ല ഈ ഒരു വീഡിയോ എപ്പോഴും ഒരു യൂട്യൂബ് ചാനൽ കൊണ്ടുപോകുന്ന ആൾക്കാർക്കായിരിക്കും കൂടുതൽ യൂസ്ഫുൾ. അപ്പോൾ അധികം താമസിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ആദ്യമായി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഈ ജിമെയിൽ അക്കൗണ്ട് ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ട് ആവരുത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒഫീഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യുന്നത് അങ്ങനത്തെ, അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ യൂണിവേഴ്സിറ്റി കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ ജിമെയിൽ അക്കൗണ്ട് ആവരുത്. നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു പേര് കൊടുക്കുക. നിങ്ങളുടെ ചാനൽ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന് യോജിക്കുന്ന രീതിയിൽ, മാച്ച് ആവുന്ന രീതിയിൽ ഒരു പേര് അതിന് കൊടുക്കുക. അതിനുശേഷം ഒരു ബാനർ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ ഒരു ഫോട്ടോ വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ ഉദ്ദേശിക്കുന്ന രണ്ടോ മൂന്നോ സെന്റൻസുകൾ മാത്രം വെച്ചിട്ട് ഒരു ബാനർ ക്രിയേറ്റ് ചെയ്ത് എടുക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എന്താണ് എന്നതാണ്. അതായത് മോണിറ്റൈസേഷന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവർ, അത് ലോങ് വീഡിയോസിൽ മാത്രമുള്ള വാച്ച് അവർ വിത്തിൻ 365 ഡേയ്സ്. അതായത് ഒരു വർഷത്തിനുള്ളിൽ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവർ, അത് ലോങ് വീഡിയോസിൽ മാത്രം നിങ്ങൾ എത്തിച്ചെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിനെ മോണിറ്റൈസ് ചെയ്തിട്ട് എടുക്കാം. അതല്ല, നിങ്ങൾ ഷോർട്ട് വീഡിയോസ് മാത്രം ചെയ്യുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ 90 ഡേയ്സിൽ, അതായത് 90 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് 1000 സബ്സ്ക്രൈബേഴ്സും 1 കോടി വ്യൂസ്, അതായത് 10 മില്യൺ വ്യൂസ് ഷോർട്സിൽ മാത്രം നിങ്ങൾ ഉണ്ടാക്കി എടുക്കണം. ഇതാണ് ഒരു യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. സോ എന്നെ സംബന്ധിച്ച് എന്നോട് ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ എളുപ്പം എന്താണെന്ന് വെച്ചാൽ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവർ ലോങ് വീഡിയോയിൽ മാത്രം എത്തിക്കുന്ന ഈ ഒരു, അതായത് വിത്തിൻ 365 ഡേയ്സിൽ എത്തിക്കുന്ന ഈ രീതിയാണ് എനിക്ക് അഡാപ്റ്റബിൾ. കാരണം എനിക്കിപ്പോൾ എൻ്റെ ഫാമിലിയിൽ എനിക്ക് മോനും ഒരു കുഞ്ഞു വാവയൊക്കെ ഉണ്ട്. അപ്പോൾ ഹസ്ബൻഡും കുഞ്ഞു വാവയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു 90 ദിവസത്തിൽ 1 കോടി വ്യൂസ് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന രീതിയിൽ ഷോർട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ അതുകൊണ്ട് ഞാൻ ഓപ്റ്റ് ചെയ്തത് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവർ ഓൺലി ഇൻ ലോങ് വീഡിയോ, അത് വിത്തിൻ 365 ഡേയ്സ് എന്ന് പറയുന്ന ആ ഒരു ക്രൈറ്റീരിയ റൂളാണ് ഞാൻ ഓപ്റ്റ് ചെയ്തെടുത്തത്. എന്നിട്ട് ആ ഒരു രീതി വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ചാനലിനെ മോണിറ്റൈസ് ചെയ്തെടുക്കാൻ പോകുന്നത്. അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇതിനൊരു ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അതായത് നിങ്ങളുടെ ചാനലിന് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ഒരുപാട് പാരഗ്രാഫ് ഇട്ടൊന്നും വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഒരു 5-6 പേര് അടങ്ങിയ ഒരു വീടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫോ, അങ്ങനെ എത്ര പേര് നിങ്ങളുടെ വീട്ടിലുണ്ടോ ആ വീട്ടിലെ ആൾക്കാരുടെ ഫോണിൽ നിന്നൊക്കെ നിങ്ങളുടെ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടുക. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആദ്യമായി തീർക്കണം. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ വീഡിയോസ്, അതായത് ഷോർട്ട് വീഡിയോസ് നിങ്ങൾ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങണം. അതായത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് നിങ്ങളുടെ ഒരു ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ ഉള്ളൊരു ഷോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടിടാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഡാൻസ് വീഡിയോസോ അല്ലെങ്കിൽ കുക്കിംഗ് ചാനലോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സിമ്പിൾ റെസിപ്പീസ് ആയിട്ട് എപ്പോഴും ഷോർട്സ് എന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. കാരണം ഷോർട്സ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നിങ്ങൾ ഷോർട്സ് ഇടുക. അത് മാത്രമല്ല, നിങ്ങൾ എപ്പോഴും ഷോർട്സ് ഒരു ദിവസം ഒരു 3-4 ഷോർട്സ് ഒക്കെ വീതം നിങ്ങൾ ഇടാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ചാനലിനെ ബ്ലാങ്ക് ആക്കി ഇടരുത്. അതായത് നിങ്ങൾ പുറത്ത് ഉള്ളൊരു വ്യക്തിക്ക് നിങ്ങളുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ ചാനലിൽ അവർക്ക് കാണാൻ പാകത്തിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് വേണം. അതിനാണ് നിങ്ങൾ വീട്ടിലുള്ള ഈ 4-5 പേരുടെ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തതിന് ശേഷം കുറച്ച് ഷോർട്സുകൾ ആഡ് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പിന്നീട് പുറത്ത് പോയി സബ്സ്ക്രിപ്ഷന്
വേണ്ടി സീക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാട്സപ്പിലൊക്കെ ഉള്ള ആൾക്കാർക്ക് നിങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുമ്പോൾ അവർ ചാനൽ വന്ന് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കാണാൻ എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാവും. ഈ നമ്മളുടെ ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് 1000 സബ്സ്ക്രൈബേഴ്സ് ആണ്. 1000 സബ്സ്ക്രൈബേഴ്സ് മസ്റ്റ് ആണ്. സോ 1000 സബ്സ്ക്രൈബേഴ്സ് എത്തിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം നിങ്ങളുടെ ചാനലിനെ കൂടുതൽ പേരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നമുക്കിന്ന് കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് രീതികളുണ്ട്. അതായത് നമുക്ക് വാട്സപ്പ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്. ഈ 3 സിസ്റ്റത്തിനെയും നിങ്ങൾ നന്നായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യണം. ഞാൻ ആദ്യം യൂട്ടിലൈസ് ചെയ്തത് ഇപ്പം എൻ്റെ കോൺടാക്ട്സ് എന്ന് വെച്ചാൽ ഒരു 200 പേരുള്ള വാട്സപ്പ് കോൺടാക്ട്സ് ഉള്ള ഒരു ഫോണാണ് എൻ്റെത്. ഞാൻ ആ 200 പേർക്കും പേഴ്സണലി എൻ്റെ ഒരു വോയിസ് നോട്ട് ഇട്ട് ചാനലിൻ്റെ ലിങ്കും വെച്ച് ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ എന്താണ് ചാനൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിലും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളതാണ് ഈ വോയിസ് നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ആ ഒരു രീതിയിലൊരു മെസ്സേജ് പേഴ്സണലി ഇട്ടു. ഒരിക്കലും നമ്മൾ ഈ ഗ്രൂപ്പുകളിൽ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്യണ്ട. കാരണം അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ റെസ്പോൺസ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം നമ്മളായാലും ഗ്രൂപ്പുകളിൽ വരുന്ന മെസ്സേജസിനെ എത്രയോ മെസ്സേജസ് നമ്മൾ ജസ്റ്റ് ഇഗ്നോർ ചെയ്ത് വിടാറുണ്ട്. അപ്പോൾ പേഴ്സണലായിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ സബ്സ്ക്രിപ്ഷൻ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഇതിൻ്റെ വേറൊരു വശം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ ഈ ഒരു വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നിങ്ങൾ പറയുന്ന എല്ലാ ആൾക്കാരും നിങ്ങളുടെ ചാനൽ ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇപ്പം നിങ്ങൾ വാട്സപ്പിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 200 പേരെടുത്ത് ഇത് അറിയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിലൊരു 100 പേര് മാത്രമേ നിങ്ങളുടെ മെസ്സേജിന് റെസ്പോണ്ട് ചെയ്യുള്ളൂ. അത് ഒരിക്കലും നിങ്ങളെ തളർത്താൻ പാടില്ലാത്ത ഒരു എലമെൻ്റാണ്. കാരണം നിങ്ങളൊരു യൂട്യൂബറാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ടന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ടാലൻറ്റോ പുറത്തേക്ക് അറിയിക്കണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്മുടെ സമൂഹത്തിൻ്റെ ഒരുപാട് ഈ ഒരു റിലക്റ്റൻസ് അല്ലെങ്കിൽ ഇഗ്നോറൻസ് ഒന്നും നിങ്ങളുടെ കണക്കിൽ പെടാൻ പാടില്ല. സോ ഇവിടെ ആവശ്യക്കാർ നിങ്ങളാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഫ്ലെക്സിബിളായിട്ട് നിങ്ങളുടെ ടാലൻറ്റിനെ എക്സ്പോസ് ചെയ്യുക, കണ്ടന്റിനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ കുറച്ച് ഞാൻ പറയുന്നത് ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പോട്ടെ, കുഴപ്പമില്ല, നിങ്ങൾ കൂടുതൽ പേരെടുത്ത് അറിയിക്കൂ. അപ്പോൾ അവർ സബ്സ്ക്രിപ്ഷൻസ് കൂടും. ആ ഒരു അപ്രോച്ചിൽ വേണം നിങ്ങൾ ആൾക്കാരെ, ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ ആൾക്കാരെ അപ്രോച്ച് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ എൻ്റെ ഹാർട്ട് ഫീലിങ്സ് വളരെ കമ്മിയാവും. അതുകൊണ്ട് അയ്യോ എനിക്ക് അവരെന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലല്ലോ, എനിക്ക് ഭയങ്കര ഹേർട്ടായി, അങ്ങനത്തെ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഇനി നിങ്ങൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ സബ്സ്ക്രൈബേഴ്സിനെ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. ആ ഇടയിൽ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് നിങ്ങൾ ലോങ് വീഡിയോസും ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ഒരാഴ്ചയിൽ ഒരു 4 ലോങ് വീഡിയോസ് വെച്ചെങ്കിലും നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരിക. ആദ്യം നിങ്ങൾ ഒരിക്കലും ഒരുപാട് സമയത്തേക്കുള്ള ലോങ് വീഡിയോസ് ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ട. ആദ്യം ഒരു 5 മിനിറ്റ് വെച്ച് ക്രിയേറ്റ് ചെയ്യുക. 5 മിനിറ്റ് മാത്രം ഉള്ളൊരു ഡ്യൂറേഷൻ വരുന്ന ലോങ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം അതിനെ 6 ആക്കുക, പിന്നെ മെല്ലെ 8 ആക്കുക, പിന്നെ 10 ആക്കുക. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ലോങ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് വരിക. അത് മാത്രമല്ല നിങ്ങളുടെ ലോങ് വീഡിയോസിൻ്റെ ഡ്യൂറേഷൻ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് വരിക. എങ്ങനെയാണ് ഈ ലോങ് വീഡിയോസ് പോകുന്നത്, നല്ല റീച്ച് ഉണ്ടോ, അഥവാ റീച്ച് കമ്മിയാണെങ്കിലും ഒരിക്കലും, അതായത് റീച്ച് എന്ന് പറഞ്ഞാൽ വ്യൂസ് കമ്മിയാണെങ്കിൽ പോലും ചിലപ്പോൾ 50 വ്യൂസ് അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആവരുത്. കാരണം ഈ ഒരു മേഖലയിൽ നിങ്ങൾ ആദ്യമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെതായ സ്റ്റാർട്ടിങ് ട്രബിളുകൾ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും. സോ ഒരിക്കലും അതുകൊണ്ട് ഡിസപ്പോയിൻറ്റഡ് ആവരുത്. നിങ്ങൾ ലോങ് വീഡിയോസ് ചെയ്തുകൊണ്ട് ഇരിക്കുക. ഒരാഴ്ചയിൽ ഒരു 4 ലോങ് വീഡിയോസ് എങ്കിലും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. 4 or 3 എങ്കിലും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം അങ്ങനെ ചെയ്യുമ്പോഴേ നിങ്ങളുടെ വാച്ച് അവർ ഇൻക്രീസ് ആയിട്ട് വരുള്ളൂ. ഈ ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിൽ YT സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അത് പ്ലേ സ്റ്റോറിൽ കിട്ടുന്ന ഒരു ആപ്പാണ്. യൂട്യൂബ് സ്റ്റുഡിയോ എന്നാണ് അതിൻ്റെ ഒരു പേര്. പക്ഷെ നമ്മൾ YT സ്റ്റുഡിയോ എന്നാണ് അതിനെ, ആ ഒരു പേരിലാണ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ അത് അവൈലബിൾ. സോ അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ Gmail അക്കൗണ്ട് ആഡ് ചെയ്ത് ഇടുക. അപ്പോൾ ഈ YT സ്റ്റുഡിയോയുടെ ഉപകാരം എന്തൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുന്നത് അറിയാൻ പറ്റും, വാച്ച് അവർ അറിയാൻ പറ്റും. കാരണം നിങ്ങൾക്ക് അറിയാലോ, ഇപ്പം നിങ്ങളുടെ യൂട്യൂബ് ചാനലിലെ പ്രൊഫൈലിലൊന്നും നോക്കി നിങ്ങൾക്ക് വാച്ച് അവറോ ഒന്നും അറിയാൻ പറ്റില്ല. പക്ഷേ YT സ്റ്റുഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാച്ച് അവർ എത്രയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. മാത്രമല്ല നിങ്ങളുടെ വീഡിയോസ് എങ്ങനെ പോകുന്നു എന്നുള്ളത് ഗ്രാഫ് രീതിയിൽ കാണിക്കും. പിന്നെ റിയൽ ടൈം വ്യൂ എത്രയുണ്ട് കാണിക്കും, ക്ലിക്ക് ബൈറ്റ് ഉണ്ടോ എന്ന് കാണിക്കും. നിങ്ങളുടെ വ്യൂസ് നല്ല ഡ്യൂറേഷനിൽ ആൾക്കാർ കാണുന്നുണ്ടോ, ആവറേജ് ഡ്യൂറേഷൻ എന്നൊക്കെ പറയും, അതൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ
നിങ്ങൾക്ക് YT സ്റ്റുഡിയോയിൽ വൃത്തിയായിട്ട് അറിയാൻ പറ്റും. നിങ്ങൾ ആ YT സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് നിങ്ങളുടെ ചാനൽ ആഡ് ചെയ്ത് നിങ്ങൾ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ആ ഒരു ആപ്പ് തുറന്നു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് സാധിക്കും. സോ യൂട്യൂബ് ചാനൽ ഉള്ള ആൾക്കാരും മാത്രമല്ല അത് മോണിറ്റൈസേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും YT സ്റ്റുഡിയോ മസ്റ്റായിട്ടും ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ അക്കൗണ്ട് ആഡ് ചെയ്ത് വയ്ക്കുക. ഇനി ഇതിൽ മേജർ ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അറ്റൻഡൻസിന് അവിടെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. അതായത് നിങ്ങളൊരു സ്കൂളിലോ നിങ്ങളൊരു ഓഫീസിലോ പോകുന്നത് പോലെ തന്നെ ഇപ്പോൾ എല്ലാ ദിവസവും കൃത്യസമയത്ത് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അത് മാത്രമല്ല ഇപ്പോൾ ഒരു ദിവസം ഒരു 4 ഷോർട്സ് വെച്ച് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത ദിവസവും 4 ഷോർട്സ് വെച്ച് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ കൃത്യസമയത്ത് ഇന്ന് നിങ്ങളൊരു ഉച്ചയ്ക്ക് 1 മണിക്കാണ് നിങ്ങൾ നിങ്ങളുടെ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നാളെയും ഉച്ചയ്ക്ക് 1 മണിക്ക് അതേ സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഒരു 15 മിനിറ്റും അരമണിക്കൂറും ഒക്കെ വേരിയേഷൻ വരാം, അതിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ നിങ്ങൾ ഏകദേശം ആ ഒരു സമയത്തിൽ നിന്ന് ഒരുപാട് വ്യതിചലിച്ചു പോവാതെ ഏകദേശം കൃത്യസമയത്ത് തന്നെ നിങ്ങൾ നിങ്ങളുടെ വീഡിയോസ് ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ മാത്രമല്ല ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ദിവസങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ നിങ്ങൾ തിങ്കളാഴ്ച ഇടാതെ ചൊവ്വാഴ്ച ഇട്ട് കഴിഞ്ഞാൽ അതേപോലെ ചൊവ്വ കഴിഞ്ഞിട്ട് ബുധൻ വിട്ട് വ്യാഴം ഇട്ട് കഴിഞ്ഞാൽ അതായത് ഇപ്പം നിങ്ങളുടെ വീഡിയോസ് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊവ്വ, വ്യാഴം, പിന്നെ വെള്ളി, അടുത്തത് ഞായർ, അങ്ങനെ ഇങ്ങനത്തെ ദിവസങ്ങളിലാണ് നിങ്ങളുടെ ലോങ് വീഡിയോ പോകുന്നത് എന്നുണ്ടെങ്കിൽ ആ ദിവസങ്ങൾ അത് പ്രകാരം തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കഴിയുന്നതും വൈകുന്നേരം ഒരു 6:30 തൊട്ടിട്ട് 7:30-8 മണിക്ക് ഉള്ളിൽ നിങ്ങളുടെ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇതെന്താണ് ഇത് പറയുന്നത് വെച്ചാൽ ഈ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂട്യൂബിൽ സ്പെൻഡ് ചെയ്യുന്നത്. കാരണം ഇത് നമുക്ക് യൂഷ്വലി ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്. എല്ലാവരും ജോലിയെല്ലാം കഴിഞ്ഞു വന്ന് വീട്ടിൽ റെസ്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. അതായത് ടിവിയുടെ മുന്നിലൊക്കെ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്ന ഒരു ടൈമാണിത്. ആ സമയത്ത് ഒബ്വിയസ്ലി എല്ലാ ആൾക്കാരും ഫോൺ എടുക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു പുഷ് കിട്ടും, ആൾക്കാർ കാണാൻ ഇടയാവുകയും ചെയ്യും. സോ അതുകൊണ്ട് ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കഴിയുന്നതും ഒരു 6:30 അല്ലെങ്കിൽ 6 മണി ടു ഒരു 8 മണിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൽ തന്നെ കയറി നിങ്ങളുടെ വീഡിയോസ് കാണുന്നത് നിങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം. അത് ഒരു മാനിപ്പുലേറ്റഡ് വാച്ച് അവർ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെയാണ്. അതായത് നിങ്ങൾ യൂട്യൂബിൻ്റെ കണ്ണിൽ എങ്ങനെയാണ് അത് വരിക എന്ന് വെച്ചാൽ നിങ്ങളുടെ വീഡിയോയുടെ വാച്ച് അവർ കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വീഡിയോ തന്നെ ഓൺ ചെയ്ത് വെക്കുന്ന രീതിയിലായിരിക്കും അത് മാറുന്നത്. സപ്പോസ് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് എന്ന് കാണണം എന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് സ്വിച്ച് ചെയ്തിട്ട് വേറെ ജിമെയിൽ അക്കൗണ്ട് വെച്ച് കാണാം. അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ വേറെ ആരുടെയെങ്കിലും ഫോണിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് എന്നുള്ളത് കാണാം. ഒരിക്കലും നിങ്ങളുടെ തന്നെ യൂട്യൂബ് ചാനലിൽ കയറി നിങ്ങളുടെ തന്നെ വീഡിയോ കാണാതിരിക്കുക. അത് ഷോർട്സ് ആയാലും അതെ, ലോങ് വീഡിയോസ് ആയാലും അതെ. അങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങളുടെ വ്യൂസിനെയും വാച്ച് അവറിനെയും ഒക്കെ അത് ബാധിക്കും. മാത്രമല്ല പിന്നീട് നിങ്ങൾ ഇടുന്ന വീഡിയോസിന് അധികം പുഷ് കിട്ടില്ല. അതായത് യൂട്യൂബ് അധികം റെക്കമെൻഡ് ചെയ്യില്ല ആ വീഡിയോസ്. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ട് പോവുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. അതായത് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളുടെ ചാനൽ എല്ലാവരിലും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഒരു പെർട്ടിക്കുലർ ടൈം ആൻഡ് റെഗുലാരിറ്റി ആൻഡ് പീരീഡ് വെച്ച് നിങ്ങളുടെ വീഡിയോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഷോർട്സും ലോങ് വീഡിയോസും അതേപോലെ ഒരു റെഗുലാരിറ്റി വെച്ചിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാത്രമല്ല ഇനി നിങ്ങൾ ലോങ് വീഡിയോസും ഷോർട്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഈ നെറ്റിന് ഡൗൺലോഡ് ചെയ്ത് ഫോട്ടോസ് അല്ലെങ്കിൽ മറ്റ് യൂട്യൂബ് ചാനലിന് ഡൗൺലോഡ് ചെയ്തെടുത്ത മ്യൂസിക്കുകളോ ഒന്നും നിങ്ങളുടെ ലോങ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കാൻ നോക്കുക. അഥവാ നിങ്ങൾക്ക് മ്യൂസിക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നോ കോപ്പിറൈറ്റ് മ്യൂസിക്കുകൾ മാത്രം നിങ്ങളുടെ ലോങ് വീഡിയോസിൽ ആഡ് ചെയ്യുക. അഥവാ നിങ്ങൾക്ക് ഫോട്ടോസും ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് ഇല്ലാത്ത ഫോട്ടോസ് മാത്രം നിങ്ങൾ ആഡ് ചെയ്യുക. അനാവശ്യമായിട്ട് കോപ്പിറൈറ്റ് വരുന്ന AI കണ്ടന്റുകൾ എന്തെങ്കിലും നിങ്ങളുടെ വീഡിയോസിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോസിന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് 3-ൽ കൂടുതൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ ഓട്ടോമാറ്റിക്കായിട്ട് ടെർമിനേറ്റ് ആയിട്ട് പോകുന്നതാണ്. സോ അതിലേക്കൊന്നും പോവാതെ ഇരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അടുത്ത ഒരു മേജർ ആയിട്ടുള്ള കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീയൂസ്ഡ് കണ്ടന്റ്. അതായത്
നിങ്ങളിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട് എന്ന് അറിഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി എന്നറിഞ്ഞ് നിങ്ങളെ ഇഷ്ടമുള്ള ആൾക്കാർ ചിലപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ട്രാവലോ എന്തെങ്കിലും ചെയ്ത് ഒരു പുതിയ സ്ഥലത്തോ എവിടെയെങ്കിലും പോയി ആ സ്ഥലത്തെ ഫോട്ടോസോ വീഡിയോസോ എന്തെങ്കിലും നിങ്ങൾക്ക് അയച്ചു തരും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? അതിൻ്റെ ഭംഗിയോ മനോഹാരിതയൊക്കെ കണ്ട് നിങ്ങൾ ആ ഒരു വീഡിയോനെ എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യും. പക്ഷേ അത് ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. കാരണം അതൊരു അതായത് റീയൂസ്ഡ് കണ്ടന്റ് ആയിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരാളുടെ ഫോണിൽ നിന്ന് ഒരു സിസ്റ്റമിക് സപ്പോർട്ട് വഴി നിങ്ങളുടെ ഫോണിലേക്ക് വന്നു. അതായത് വാട്സാപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെയോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൂടെയോ എന്തെങ്കിലും ഒരു സിസ്റ്റമിക് സപ്പോർട്ട് വഴി നിങ്ങളുടെ ഫോണിലേക്ക് വന്നു. ആ ഒരു കാര്യത്തെയാണ് നിങ്ങൾ എഡിറ്റ് ചെയ്തെടുത്തിട്ട് നിങ്ങളുടെ ചാനലിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത്. അത് എപ്പോഴും അതൊരു റീയൂസ്ഡ് കണ്ടന്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി ചിലപ്പോൾ ഈ വീഡിയോന് ഈ ഒരു വ്യക്തി അയാളുടെ യൂട്യൂബ് ചാനലിലോ അതല്ലെങ്കിൽ അയാളുടെ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ എന്തെങ്കിലും പോസ്റ്റ് ചെയ്തതായിരിക്കും. അത് ഓൾറെഡി വൺസ് പോസ്റ്റഡ് ആയതായിരിക്കും. സോ അതുകൊണ്ട് നിങ്ങൾ അതേ സാധനം നിങ്ങളുടെ വീഡിയോയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിലേക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന വഴി നിങ്ങളൊരു റീയൂസ്ഡ് കണ്ടന്റ് ആണ് ക്രിയേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത്. സോ അത് നിങ്ങളുടെ ചാനലിനെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതായത് മോണിറ്റൈസേഷനെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാതിരിക്കുക. നിങ്ങളുടെ എല്ലാ കണ്ടന്റും, നിങ്ങളുടെ ഓരോ കണ്ടന്റും നിങ്ങളുടെ കണ്ടന്റ് മാത്രമായിരിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് നിങ്ങൾ തന്നെ എവിടെയെങ്കിലും പോയി ഷൂട്ട് ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ മൊബൈലിൽ ഷൂട്ട് ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്ത കണ്ടന്റുകൾ മാത്രമേ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ഉറപ്പായിട്ടും മോണിറ്റൈസേഷൻ ആവും കേട്ടോ. പിന്നെ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ്. യൂട്യൂബ് ചാനലിൽ അല്ലെങ്കിൽ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു മേഖല എല്ലാ മാസത്തിലും അവരുടെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസും ഒക്കെ ഉണ്ടാവുന്നതാണ് കേട്ടോ. സോ നിങ്ങൾ എപ്പോഴും അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കണം. എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ്, എന്തെങ്കിലും നിങ്ങളുടെ YT സ്റ്റുഡിയോയിൽ എന്തെങ്കിലും ഇൻറ്റിമേഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്നുമില്ലെങ്കിൽ ഗൂഗിളിലോ മറ്റേതെങ്കിലും ആപ്പിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സോഴ്സ് വഴി അത് അറിയാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ അത് പ്രകാരമുള്ള ചേഞ്ചസ് നിങ്ങളുടെ വീഡിയോസിൽ നിങ്ങൾ വരുത്താനായിട്ട് ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ ഇടുന്ന വീഡിയോസിന് വാച്ച് അവറും സബ്സ്ക്രൈബേഴ്സും ഒക്കെ എത്തിച്ച് മോണിറ്റൈസേഷൻ ആക്കാൻ പറ്റും. ഇനി മോണിറ്റൈസേഷൻ, അതായത് ഇപ്പം നിങ്ങൾ 1000 സബ്സ്ക്രൈബേഴ്സിലും 4000 വാച്ച് അവറിലും നിങ്ങൾ എത്തി നിൽക്കുകയാണ് എന്ന് വയ്ക്കാം. ആ ഒരു എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ YT സ്റ്റുഡിയോയിൽ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ നിങ്ങൾക്ക് എനേബിൾ ആയി കിട്ടും. അതിലേക്ക് നിങ്ങൾ പ്രസ് ചെയ്യുന്നതിന് മുൻപ്, അതായത് അപ്ലൈ നൗ കൊടുത്ത് നിങ്ങളുടെ ചാനലിലെ മോണിറ്റൈസേഷനെ വിടുന്നതിന് മുമ്പ് നിങ്ങളുടെ എല്ലാ വീഡിയോസും ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കുക. അതായത് നിങ്ങൾ തന്നെ വേറെ ഏതെങ്കിലും അക്കൗണ്ടിൽ പോയിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. കാരണം ഈ ഒരു വീഡിയോസിൽ അനാവശ്യ മ്യൂസിക്കോ കണ്ടന്റുകളോ ഒന്നുമില്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യമാണ്. അതിനുശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ ചാനലിലെ മോണിറ്റൈസേഷനെ അപ്ലൈ ചെയ്യാൻ കൊടുക്കുക. ഇനി ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷനായിട്ട് അപ്ലൈ നൗ കൊടുക്കുക. അപ്ലൈ നൗ കൊടുത്തു കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് 3 സ്റ്റെപ്പ് ഉണ്ട്. അതായത് ചാനൽ ഒന്ന് എല്ലാ വീഡിയോസും വെരിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സ്. ആദ്യം നിങ്ങളുടെ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ പ്രോസസ്സാണ്. അതിനുശേഷം നിങ്ങളുടെ ചാനലിനെ ആഡ്സെൻസുമായിട്ട് ലിങ്ക് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ ചാനലിൽ വരുന്ന ആഡ്സിന് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടണം. ആ പേയ്മെൻറ്റ് നിങ്ങൾക്ക് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിലെ ആഡ്സെൻസുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബ് തന്നെ ഇൻറ്റിമേഷൻ തരും. അത് പ്രകാരം നിങ്ങൾക്ക് മെയിൽ വരുന്നതാണ്. അത് പ്രകാരം നിങ്ങൾ പോയാൽ തന്നെ മതിയാവും. അപ്പോൾ ആഡ്സെൻസുമായിട്ട് ലിങ്ക് ചെയ്യുക. ആദ്യം നിങ്ങളുടെ ഒരു ഫുൾ റിവ്യൂ, നിങ്ങളുടെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഉള്ള കാര്യങ്ങളൊക്കെ റിവ്യൂ. അതിനുശേഷം നിങ്ങളുടെ ആഡ്സെൻസുമായിട്ട് നിങ്ങളുടെ ചാനലിനെ ഒന്ന് ലിങ്ക് ചെയ്ത് വിടുന്ന കാര്യം. നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ചാനലിൻ്റെ ഓവറോൾ റിവ്യൂ ആണ്. ഇങ്ങനെ 3 കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ക്ലിയർ ചെയ്തു. അതായത് നിങ്ങളുടെ ചാനൽ ഒരു മോണിറ്റൈസ്ഡ് യൂട്യൂബ് ചാനലായി മാറും. അതായത് നിങ്ങൾക്ക് ഇനി ചെയ്യുന്ന വീഡിയോസിന് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ലഭിക്കുന്നതാണ്. അതിന് മുമ്പ് വരെ YT സ്റ്റുഡിയോയിൽ നിങ്ങൾക്ക് ബിക്കം എ യൂട്യൂബ് പാർട്ട്ണർ എന്നുള്ള സ്ഥലത്ത് യു ആർ എ യൂട്യൂബ് പാർട്ട്ണർ എന്നുള്ളതായിട്ട് വരും. അപ്പം നിങ്ങൾക്ക് യൂട്യൂബ് YT സ്റ്റുഡിയോ തന്നെ ഇൻറ്റിമേഷനൊക്കെ ആയിട്ട് യു ആർ എ യൂട്യൂബ് പാർട്ട്ണർ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ YT സ്റ്റുഡിയോയിലെ പേജിൽ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്,
ഇതുവരെ, അതായത് മോണിറ്റൈസേഷൻ വരെ നിങ്ങൾ ചെയ്ത വീഡിയോസിനും നിങ്ങൾ ചെയ്ത ഷോർട്സിനും ഒന്നിനും, അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോസിൽ ഡിസ്പ്ലേ ചെയ്ത അഡ്വർടൈസ്മെന്റിനോ ഒന്നിനും പൈസയില്ല. ഇത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ വീഡിയോസും ഷോർട്സും ആണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിനൊന്നും പേയ്മെൻറ്റ് തരാത്തത്. അത് മാത്രമല്ല, മോണിറ്റൈസേഷൻ കഴിഞ്ഞ അടുത്ത ദിവസം തൊട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോസിനും ഷോർട്സിനും എല്ലാത്തിനും നിങ്ങൾക്ക് പൈസയാണ്. സോ അതായത് മോണിറ്റൈസേഷൻ വരെ നിങ്ങൾ ഏൺ ചെയ്ത വീഡിയോസിനോ ഷോർട്സിൻ്റെയും വ്യൂസിനും അതിനൊന്നും പൈസയില്ല. മോണിറ്റൈസേഷന് ശേഷം നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ച വീഡിയോയ്ക്ക് മോണിറ്റൈസേഷന് ശേഷം വ്യൂസ് വന്നാൽ അതിന് നിങ്ങൾക്ക് പൈസ കിട്ടും. അപ്പോൾ ഇതാണ് മോണിറ്റൈസേഷൻ വരെയുള്ള കാര്യങ്ങൾ. സോ അങ്ങനെ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയി മെല്ലെ മെല്ലെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ ഡോളർ എന്ന് പറയുന്ന ഒരു ഇത് കയറുന്നതാണ്. ഡോളറിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെൻറ്റ് വരുന്നത്. സോ നിങ്ങളുടെ ഏൺ എന്ന് പറയുന്ന സെക്ഷനിൽ, YT സ്റ്റുഡിയോയിൽ ഏൺ എന്ന് പറയുന്ന സെക്ഷനിൽ നിങ്ങൾക്ക് മെല്ലെ മെല്ലെ ഡോളർ ഇൻക്രീസ് ചെയ്ത് വരുന്നത് കാണും. അങ്ങനെ $10 ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് വരിക എന്ന് വെച്ചാൽ നിങ്ങളുടെ അഡ്രസ് വെരിഫിക്കേഷൻ്റെയും ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ്റെയും കാര്യം വരും. അപ്പോൾ നിങ്ങൾക്ക് പാസ്പോർട്ട്, പാൻ കാർഡ്, വോട്ടർ ID, ലൈസൻസ്, ഈ 4 ID പ്രൂഫ്സ് വെച്ചിട്ട് നിങ്ങളുടെ ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്യാവുന്നതാണ്. ഐഡൻറ്റിറ്റി വെരിഫിക്കേഷന് ശേഷം നിങ്ങൾക്ക് അഡ്രസ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഓൺ ആവുന്നതാണ്. അഡ്രസ് വെരിഫിക്കേഷനിൽ നിങ്ങൾക്ക് ഒരു 6 ഡിജിറ്റ് പിൻ, നിങ്ങളൊരു അഡ്രസ്സ് അവിടെ കൊടുക്കണം. ആ അഡ്രസ്സിലേക്ക് ഒരു മാസത്തിനുള്ളിൽ യൂട്യൂബ് ആഡ്സെൻസ്, അതായത് ഗൂഗിൾ ആഡ്സെൻസിൽ നിന്ന് ഒരു 6 ഡിജിറ്റ് പിൻ അടങ്ങിയ ഒരു ലെറ്റർ നിങ്ങളുടെ വീട്ടിലേക്ക് വരും. അതായത് ഇതൊരു അഭിമാനപൂരിതമായ ഒരു നിമിഷമാണ്. അതായത് നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഗൂഗിൾ ആഡ്സെൻസ് എന്ന ഒരു ലെറ്റർ വരികയാണ്. അപ്പോൾ ആ ലെറ്ററിൽ ഒരു 6 ഡിജിറ്റ് പിൻ ഉണ്ടാവും. ആ പിന്ന് നിങ്ങൾ ഇവിടേക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ് വെരിഫിക്കേഷനും പൂർത്തിയാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ $100 അടുക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനലിലോ ആയിട്ട് ലിങ്ക് ചെയ്യുന്ന, അതായത് യൂട്യൂബിൻ്റെ ആഡ്സെൻസുമായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഉള്ളത്. ഈ ബാങ്ക് അക്കൗണ്ട് എപ്പോഴും നാഷണലൈസ്ഡ് ബാങ്ക് ആവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നാഷണലൈസ്ഡ് ബാങ്ക് അല്ലെങ്കിൽ അതിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുന്നതാണ് കേട്ടിട്ടുള്ളത്. സോ എപ്പോഴും ഒരു നാഷണലൈസ്ഡ് ബാങ്ക് ആവാനാണ് ശ്രദ്ധിക്കേണ്ടത്. നാഷണലൈസ്ഡ് ബാങ്കിലെ ഒരു അക്കൗണ്ടുമായിട്ട് നിങ്ങളുടെ ഗൂഗിൾ ആഡ്സെൻസിൻ്റെ അക്കൗണ്ടും ഒന്ന് ലിങ്ക് ചെയ്ത് വിടുക. അതിനുശേഷം $100 എന്നാണോ തികയുന്നത് ആ ഒരു ടൈമിൽ നിങ്ങളുടെ ലിക്വിഡ് ക്യാഷ്, അതായത് നിങ്ങൾ ഏൺ ചെയ്ത മണി, യൂട്യൂബ് ഇൻകം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. അത് നിങ്ങൾക്ക് ലിക്വിഡ് ക്യാഷ് ആക്കി വിഡ്രോ ചെയ്യാവുന്നതും ആണ്. ഇത്രയുമാണ് 2025 പ്രകാരമുള്ള യൂട്യൂബ് മോണിറ്റൈസേഷൻ റൂൾസും കാര്യങ്ങളും ഒക്കെ കേട്ടോ. സോ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ മുഴുവനായി കണ്ടവർക്ക് എൻ്റെ വലിയേറെ നന്ദി. അത് മാത്രമല്ല, നിങ്ങളുടെ ചാനലിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുക, ചാനലിലെ മോണിറ്റൈസേഷൻ ചെയ്തെടുക്കുക. മോണിറ്റൈസേഷൻ ചെയ്ത ആൾക്കാർ, എൻ്റെ വീഡിയോ കണ്ട് യൂസ്ഫുൾ ആയിട്ട് മോണിറ്റൈസേഷൻ ചെയ്ത ആൾക്കാർ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ, ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. സോ യൂട്യൂബർ ആവാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആൾക്കാരും അവരുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്യൂ. ഒരു നീക്കുപോക്കുകളും ഇല്ലാതെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങൂ. എല്ലാവരും മോണിറ്റൈസേഷൻ ചെയ്യൂ. ഒരു റവന്യൂ, ഒരു ഇൻകം ഏൺ ചെയ്ത് എടുക്കും. എല്ലാവർക്കും എൻ്റെ വളരെ വലിയൊരു ഗുഡ് ലക്ക് അറിയിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. സോ താങ്ക് യു ആൾ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.